നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ 3 IT കമ്പനികളാണ് TCS, ഇൻഫോസിസ്, വിപ്രോ എന്നിവ. നാം അറിയുന്നത് പോലെ ഈ 3 കമ്പനികളിൽ കഴിഞ്ഞ ഒരു വർഷം TCS മാത്രമായിരുന്നു റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത്. വിപ്രോയും ഇൻഫോസിസും അതല്ലെങ്കിൽ ടെക് മഹീന്ദ്ര പോലെയുള്ള മറ്റ് കമ്പനികളൊന്നും ടോപ്പ് കമ്പനികളൊന്നും റിക്രൂട്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഫ്രഷർ ലെവലിലുള്ള റിക്രൂട്ട്മെന്റുകൾ കഴിഞ്ഞ ഒരു വർഷം വളരെ കുറവായിരുന്നു, പ്രത്യേകിച്ച് IT മേഖലകളിൽ. അപ്പോൾ ഓർക്കുക, ആക്സെഞ്ചർ പോലെയുള്ള ടോപ്പ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസവും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിഗ്രിക്കാർക്കും ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് റിക്രൂട്ട് ചെയ്യാതിരുന്ന വിപ്രോ ഇപ്പോൾ അവരുടെ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വിപ്രോയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, വിപ്രോയിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഡിഗ്രിക്കാർക്ക് PG പഠനം വിപ്രോയുടെ ചെലവിൽ നടത്താം എന്നുള്ളതാണ്. അപ്പോൾ വിപ്രോയിൽ ജോലി ചെയ്യാം എന്നതിനോടൊപ്പം നിങ്ങളുടെ PG വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാം എന്നുള്ള വളരെ മികച്ച ഒരു അവസരമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റ് സന്ദർശിക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ അല്ലെങ്കിൽ വാട്സാപ്പ് ചാനൽ കൂടിയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പോൾ വിപ്രോയുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിലൂടെയാണ് ഈ റിക്രൂട്ട്മെന്റ് വിപ്രോ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം, WILP 2024 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. WILP എന്ന് പറഞ്ഞാൽ വിപ്രോ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം. അതായത് പഠനത്തോടൊപ്പം ജോലിയും കൂടി സാധ്യമാകുന്ന, അല്ലെ ജോലിയോടൊപ്പം പഠനം കൂടി സാധ്യമാകുന്ന ഒരു പ്രോഗ്രാമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് PG പഠിക്കാം ജോലിയോടൊപ്പം എന്ന് സൂചിപ്പിച്ചത്. ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഹു ആർ എലിജിബിൾ എന്നുള്ള ഡീറ്റെയിൽസ് ഇവരുടെ നൽകുന്നുണ്ട്. അത് നമുക്ക് എലിജിബിലിറ്റി പരിശോധിക്കാം. 10th 12th കഴിഞ്ഞവരായിരിക്കണം. അതേപോലെ 2023 പാസ് ഔട്ട് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ 24 പാസ് ഔട്ട് ആകാൻ പോകുന്നവരോ പാസ് ഔട്ട് ആയിട്ടുള്ളവരോ ആയിരിക്കണം. അതേപോലെ തന്നെ 2 കോഴ്സ് കഴിഞ്ഞവർക്കാണ് അവസരങ്ങളുള്ളത്. ഒന്ന് BCA അല്ലെങ്കിൽ BSc. BScയിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ്. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്കായിരിക്കും ഈ ഒരു അവസരമുള്ളത്. ഓർക്കുക, 60% മാർക്ക് ഡിഗ്രിക്ക് റിസൾട്ട് വന്നതുവരെ അല്ലെങ്കിൽ ഡിഗ്രിക്ക് നേടിയിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 10th 12th ഒക്കെ ഓപ്പൺ സ്കൂൾ പഠിച്ചവർക്കും റെഗുലർ ആയിട്ട് പഠിച്ചവർക്കൊക്കെ അവസരമുണ്ട്. എന്നാൽ ഡിഗ്രി ഫുൾ ടൈം ആയിരിക്കണം എന്നിവരെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ബാക്ക്ലോഗ്സ് വരെ ഉള്ളവർക്ക് ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. എന്നാൽ നിങ്ങൾ കമ്പനിയിൽ സെലക്ട് ആകാൻ നേരത്ത് ബാക്ക്ലോഗ്സ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യത്തിൽ കൂടി സൂചിപ്പിക്കാം, BCA അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് 2023 കഴിഞ്ഞവര് അല്ലെങ്കിൽ 24 കഴിഞ്ഞവര് കഴിയാൻ പോകുന്നവർക്കൊക്കെയാണ് അവസരം. അതിൽ തന്നെ BSc, IT, കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ് ഇത്രയും ബ്രാഞ്ച് കഴിഞ്ഞവർക്കായിരിക്കും അവസരം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനിയും ഇതിന്റെ അഡീഷണൽ ക്രൈറ്റീരിയയും കൂടി ഇവർ പറയുന്നുണ്ട്. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം എന്ന് മാത്രവുമല്ല, കോർ മാത്തമാറ്റിക്സ് നിങ്ങൾ ഡിഗ്രിക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. മസ്റ്റ് ഹാവ് കോർ മാത്തമാറ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഇൻ ഗ്രാജുവേഷൻ. അതിനകത്ത് ബിസിനസ് മാത്തമാറ്റിക്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ അല്ല, കോർ മാത്സ് തന്നെ ഡിഗ്രിക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷനോട് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഭൂട്ടാൻ ഓർ നേപ്പാളുകാർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് ലാസ്റ്റ് 3 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്യും. വിപ്രോ കഴിഞ്ഞ 3 മാസം ഒന്നും റിക്രൂട്ട്മെന്റ് ഇല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് റിക്രൂട്ട്മെന്റ് ഇല്ല. അതുകൊണ്ട് ആ ക്രൈറ്റീരിയയെ കുറിച്ച് നിങ്ങൾ പറയേണ്ട. അപ്പം മാത്സ്, കോർ മാത്സ് ഡിഗ്രിക്ക് പഠിച്ച BSc കമ്പ്യൂട്ടർ, BCA അല്ലെ BSc IT അല്ലെ BSc ഫിസിക്സ് മാത്സ് അങ്ങനെയൊക്കെ ഉള്ളവർ 2023 24 കഴിഞ്ഞവർക്കാണ് ഈ ഒരു അവസരങ്ങളുള്ളത്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ വിപ്രോയുടെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഒരു സിമ്പിൾ ഫോം ഉണ്ട്, അതെങ്ങനെയാണ് എന്ന് ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അസസ്മെന്റ് ആയിരിക്കും. ഓൺലൈനിലൂടെ ഒരു 80 മിനിറ്റ്സിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാകും. അതിനകത്ത് വെർബൽ, അനലിറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, അതായത് വെർബൽ, അനലിറ്റിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ്
ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങളും അതിനുശേഷം ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയും കൂടെ ഉണ്ടാവും 80 മിനിറ്റിന്റെ. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുക. പിന്നെ ഒരു ഇന്റർവ്യൂയും കൂടെ ഉണ്ടാകും. ബിസിനസ് ഡിസ്കഷൻ എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിന്റെയും കൂടെ, അല്ലെങ്കിൽ HR ഡിസ്കഷൻ, ബിസിനസ് ഡിസ്കഷൻ, HR ഡിസ്കഷൻ, അതായത് ഇന്റർവ്യൂവിന്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുക. അങ്ങനെ സെലക്ട് ആവുന്നവർക്ക് വിപ്രോയിൽ നിന്ന് ലെറ്റർ ഓഫ് ഇന്റന്റ് ലഭ്യമാകും. സെലക്ട് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്നുള്ള ലെറ്റർ റെഡിയാവും. പിന്നെ പ്രീ സ്കില്ലിംഗ് ട്രെയിനിങ് ഉണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് കൂടി കഴിയുന്നവർക്ക് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ ഈ വിപ്രോയിലെ അവസരങ്ങളിലേക്ക് എത്തുക. ഈ പ്രീ സ്കില്ലിംഗ് ട്രെയിനിങ് ഒക്കെ സൗജന്യമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിപ്രോയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ. നമുക്ക് അതിന്റെ ജോയിനിങ് ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. എന്താണ് ഈ ഒരു അവസരം എന്നുള്ള കാര്യം കൂടി ചെയ്യാം. ഇവിടെ നിങ്ങൾ സെലക്ട് ആകുന്നത് സ്കോളർ ട്രെയിനി എന്ന് പറഞ്ഞ ഒരു തസ്തികയിലേക്കായിരിക്കും. ഇവിടെ ഓരോ മാസവും നിങ്ങൾക്ക് ശമ്പളമല്ല ലഭിക്കുക, മറിച്ച് അതിനെ വിളിക്കുന്നത് സ്റ്റൈഫൻഡ് എന്നാണ് ഇവർ വിളിക്കുന്നത്. കാരണം പഠനം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഈ സ്റ്റൈഫൻഡ് എത്രയായിരിക്കും? ആദ്യത്തെ വർഷം നിങ്ങൾക്ക് പ്രതിമാസം 15,800 പ്ലസ് ESI ആയിരിക്കും ലഭ്യമാവുക. പ്ലസ് ഒരു 75,000 രൂപ ജോയിനിങ് ബോണസ് എന്ന നിലയിൽ ലഭ്യമാവും. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് പെർ മന്ത് 17,000 പ്ലസ് ESI ആയിരിക്കും. തേർഡ് ഇയറിൽ പെർ മന്ത് 19,000 പ്ലസ് ESI ആയിരിക്കും. ഫോർത്ത് ഇയറിൽ നിങ്ങൾക്ക് പെർ മന്ത് 23,000 പ്ലസ് ESI എന്നുള്ള ഒരു ലെവലിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുക. അതിനോടൊപ്പം ഈ നിങ്ങളുടെ പഠനം വിപ്രോയുടെ ചെലവിൽ നടക്കും. ആ പഠനം എന്തായിരിക്കും, ആ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, വിപ്രോയിൽ ഈ ജോലികളിലേക്ക് എത്തിയാൽ നിങ്ങൾ ഒരു എഗ്രിമെന്റ് വിപ്രോയിൽ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ട്രെയിനിങ് എഗ്രിമെന്റ് ഓഫ് 60 months അപ്പോൺ ജോയിനിങ്. അതായത് 60 മാസത്തേക്ക്, അതായത് 5 വർഷത്തേന് നിങ്ങൾ വിപ്രോയിൽ തന്നെ തുടരാം എന്നുള്ള ഒരു എഗ്രിമെന്റ് നൽകേണ്ടതായിട്ട് വരും. ഇനി 6 മാസങ്ങൾക്കിടയിൽ നിങ്ങൾ വിപ്രോയിൽ നിന്ന് എന്താ പറയുക പിരിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരും. ഉദാഹരണത്തിന് നിങ്ങളുടെ PG വിപ്രോയുടെ സ്പോൺസർഷിപ്പിലൊക്കെ നടത്തിയതിന്റെ ചിലവൊക്കെ നിങ്ങൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരും. അവർ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, യു വിൽ ബി ലയബിൾ ടു പേ എ സം ഓഫ് 75,000 ഓൺ പ്രോ റേറ്റ ബേസിസ് ഇഫ് യു ലീവ് ദ ഓർഗനൈസേഷൻ ബിഫോർ 5 years. അതായത് 75,000 രൂപ നിങ്ങൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് വിപ്രോ എന്നുള്ള കമ്പനി ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തെ 2ാമത്തെയോ 3ാമത്തെയോ വലിയ IT കമ്പനിയാണ്. 2 ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്ന, 135ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോലി ചെയ്യുന്ന, 67ഓളം രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. 36% അവിടുത്തെ ജോലിക്കാരും ലേഡീസാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വലിയ കമ്പനിയാണ് വിപ്രോ എന്നുള്ളത്. അപ്പോൾ ഇനിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഹയർ സ്റ്റഡിയാണ്. അത് ഈ സൈറ്റിൽ ഒരിടത്തും തന്നെ ഹയർ സ്റ്റഡിയെ കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ ഞാൻ അതെന്താണ് എന്നൊന്ന് പറയാം. അതിന് മുമ്പായിട്ട് എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇവരുടെ ഈ സൈറ്റിലേക്ക് വന്നാൽ ഇവിടെ അപ്ലൈ രജിസ്റ്റർ ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് അല്ലെ. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഈ സൂപ്പർ സെറ്റിൽ തന്നെ മറ്റൊരു പേജിലേക്ക് നിങ്ങൾ പോകും. അവിടെ ഞാൻ ഈ പറഞ്ഞ പല ഡീറ്റെയിൽസും ഇവിടെ ഒരിക്കൽ കൂടി നൽകിയിട്ടുണ്ട്. ഓർക്കുക, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് August 30, 2024 എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കി ജോലി IT-യിലെ ജോലികളായിരിക്കും. അതിന്റെ സാലറി എങ്ങനെയായിരിക്കും അത് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. ജോയിനിങ് ബോണസ് സൂചിപ്പിച്ചു. ജോലിയുടെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. BSc അല്ലെങ്കിൽ BCA ആയിരിക്കണം. 2023-24 വർഷങ്ങളിൽ കഴിഞ്ഞവരായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും സെലക്ഷൻ നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ പേര് WILP എന്നാണ്, വിപ്രോ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്നുള്ളത്. ഈ ഒരു പ്രോഗ്രാം, അപ്പോൾ ഇവിടെ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്ലൈ നൗവിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഇതിന് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ID ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഈ വിപ്രോയുടെ ഈ PG അവരുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കാം എന്നതിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ BSc BCAക്കാരെ വിപ്രോ ഹയർ ചെയ്താൽ നിങ്ങളുടെ PG വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കുവാനായിട്ട് കഴിയും. അതാണ് ഈ WILP വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ PG അവർ സാധാരണഗതിയിൽ ഓഫർ ചെയ്യുന്നത് ബിറ്റ്സ് പിലാനിയുടെ MTech പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങളൊന്ന് അന്താരിക്കുമായിരിക്കും അല്ലെ, BSc പഠിച്ച BCA പഠിച്ച എനിക്ക് MTech PG പഠിക്കാൻ പറ്റുമോ എന്ന്. ഓർക്കുക, ബിറ്റ്സ് പിലാനി എന്ന് പറഞ്ഞാൽ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രീമിയം യൂണിവേഴ്സിറ്റിയാണ്. ഹൈ റേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ MTech പഠിക്കുന്നതിനാണ് ഞങ്ങൾക്ക് അവസരം. അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BScയോ BCO ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ബിറ്റ്സിന്റെ MTech പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ജോലിക്ക് പഠനശേഷം ജോലിയിലേക്ക് കയറുന്നു. ജോലിയോടൊപ്പം ഈ ബിറ്റ്സ് പിലാനിയുടെ, സാധാരണ ബിറ്റ്സ് പിലാനിയുടെ MTech ആണ്, അത് പഠിക്കുവാൻ കഴിയുകയും ചെയ്യും. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് സാധ്യമാകുന്നത്?
തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ വിപ്രോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുകയായിരിക്കും. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഈ ബിറ്റ്സ് പിലാനിയുടെ ആൾക്കാർ നിങ്ങളുടെ ക്യാമ്പസിൽ വരും. ഉദാഹരണത്തിന് നിങ്ങൾ കൊച്ചി ക്യാമ്പസിലാണെങ്കിൽ വിപ്രോയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൊച്ചി ക്യാമ്പസിൽ ബിർളയുടെ ആൾക്കാർ വരും. ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും. അപ്പോൾ അവർ വന്നിട്ടായിരിക്കും നിങ്ങളുടെ എംടെക്കിന്റെ ക്ലാസ്സുകളൊക്കെ നടത്തുക. പിന്നീട് പരീക്ഷയൊക്കെ എഴുതി ഈ എംടെക് നിങ്ങൾക്ക് നേടുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. PG ശമ്പളം കിട്ടും, പ്ലസ് PG കമ്പനിയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കുകയും ചെയ്യാം. പക്ഷേ അതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഈ 5 ഇയർ ബോണ്ട് നിങ്ങൾ വിപ്രോയ്ക്ക് നൽകേണ്ടതായിട്ട് വരും. അതായത് 5 ഇയേഴ്സ് നിങ്ങൾക്ക് വിപ്രോയിൽ തന്നെ തുടരേണ്ടതായിട്ട് വരും. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ചിലർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. 5 ദിവസം നിങ്ങൾ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. 6-ാമത്തെയോ 7-ാമത്തെയോ മാസം 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസം, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ പഠിക്കുകയും ചെയ്യണം. അപ്പോൾ 5 ദിവസം കഷ്ടപ്പെടണം, 6-ാമത്തെ 7-ാമത്തെ ദിവസം പഠിക്കാൻ പോവുകയും വേണം. അപ്പൊ ഇത് രണ്ടും കൂടി നടത്താൻ പറ്റുന്നവർക്ക് ഇതൊരു സുന്ദരം പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് ശമ്പളം കിട്ടും, PG കമ്പനിയുടെ സ്പോൺസർഷിപ്പ് നടക്കുക എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ 4 ഇയേഴ്സ് അല്ലെ 5 ഇയേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ വിപ്രോയിൽ തന്നെ വളരെ ഹൈ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. വളരെ മികച്ച ഒരു കേഡറാണ് വിപ്രോ അപ്പോൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. എന്ന് മാത്രവുമല്ല, ഇനി 5 കൊല്ലത്തിന് ശേഷം നിങ്ങൾ വിപ്രോ വിട്ടാൽ പോലും നിങ്ങളൊരു എംടെക് ഗ്രാജുവേറ്റ് ആണ്, 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ IT ആണ്. മറ്റ് കമ്പനികളിലെ വളരെ ഉയരത്തിലുള്ള ജോലികളിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു സുന്ദരം പ്രോഗ്രാമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് വിപ്രോയുടെ ഈ WLPയിലൂടെ ജോലിയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ഒരു വർഷം മാത്രമേ ഈ റിക്രൂട്ട്മെന്റ് ഇല്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒത്തിരി കുട്ടികൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറുള്ള, ഉയരങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള അവസരമാണ്. അത്ര കഷ്ടപ്പെടാൻ തയ്യാറല്ല, അല്ലെ 5 കൊല്ലം വിപ്രോയിൽ നിൽക്കാൻ തയ്യാറാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും ഈ ഒരു അവസരം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്നൊരു തോന്നിയ ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് ഒക്കെ നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു അവസരങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. ഓർക്കുക, ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 30 ആണ് എന്നുള്ള കാര്യം. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. പ്രത്യേകിച്ച് 2023-ലും 24-ലും BSc അല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്ക്. ഈ വീഡിയോ ചാനൽ ഇതുവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചുള്ള കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ പല ചാനലിൽ കൂടി അങ്ങനെയുള്ള ജോലി അവസരങ്ങൾ തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.